आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. हिंदी साहित्य के प्रसिद्ध लेखक रामवृक्ष बेनीपुरी द्वारा लिखा एक रेखा चित्र है रज़िया. पिछले कक्षा में हमने पढ़ा है कि जब लेखक अचानक उसके यानी रज़िया और लेखक के गांव में जा पहुंचा, तब एक छोटी सी लड़की को उन्होंने देखा. उसकी वेशभूषा, रंग रूप आदि देखकर लेखक को अपनी बचपन की रज़िया की याद आता है. उसके बाद वह रज़िया से बचपन में पहली मुलाकात कैसे हुए हैं वो याद करता है. जब वह स्कूल से भागकर घर पहुंचा, तभी रज़िया की पहली मुलाकात हुआ है. जिस तरह रज़िया रंग रूप एवं वेशभूषा है रज़िया की, उस तरह लेखक की गांव में कोई लड़की पहनते हुए देखा नहीं है. इसी के वजह से लेखक उसे घूर कर देखता रह जाता है. इतना ही हम पिछले कक्षा में पढ़ा था. चलते हैं आगे की ओर. ये बोली थी रज़िया की माँ, जिसे प्रायः ही अपने गांव में चूड़ियों की खंजियाँ लेकर आते देखता आया था. അങ്ങനെ ലേഖകൻ തൻ്റെ ചെറുപ്പകാലത്ത് റസിയയെ കണ്ട ആ ഓർമ്മകൾ പുതുക്കുകയാണ്. റസിയയുടെ അമ്മ ഒരു വളക്കാരിയായിരുന്നു. വളവിൽപ്പനയായിരുന്നു അവരുടെ ജോലി. ഗ്രാമത്തിൽ എല്ലാ വീടുകളിലും, മിക്ക വീടുകളിലും ചെന്ന് വള വിൽക്കുന്ന ജോലിയായിരുന്നു. ये बोली थी रज़िया की माँ, जिसे प्रायः ही अपने गांव में चूड़ियों की कंजियाँ लेकर आते देखता आया था. ലേഖകൻ്റെ വീട്ടിലും നമ്മുടെ റസിയയുടെ അമ്മ ചെറിയ കൊട്ടയിൽ വളയൊക്കെ ആയിട്ട് വരുന്നതും അവർ കച്ചവടം നടത്തുന്നതും ലേഖകൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. वो मेरे आंगन में चूड़ियों का बाजार पसार कर बैठी थी और कितनी ही बहु बेटियां उसे घेरे हुई थी. അവർ വന്നിട്ട് വീടിൻ്റെ ഉമ്മർപ്പടി അല്ലെങ്കിൽ എന്താ പറയുക, മുറ്റത്ത് ഒരു മാർക്കറ്റ് തന്നെ നടത്തുമായിരുന്നു. ബാസാർ പസാർക്ക്, പസാറിനെന്ന് തന്നെ വിരിക്കുക, അതായത് അവിടെ ഇരുന്നിട്ട് വളക്കച്ചവടം അവർ നടത്തുമായിരുന്നു. ഒരു കിത്നി ഹി ബഹു ബേട്ടിയാം ഉസെ ഗേരെ ഹുയി തി, ഒരുപാട് മരുമക്കളും അതുപോലെ പെൺമക്കളും അവരെ വളഞ്ഞിരുന്നു. ഗേരെ ഹുവ എന്ന് പറഞ്ഞാൽ വളയുക. കാരണം പെൺകുട്ടികൾക്ക് പറ്റിയ സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും പെൺകുട്ടികളും അവരെ തീർച്ചയായും വളയും. मुँह से भाव साव करती और हाथ से खरीदारिनों के हाथ में चूड़ियाँ चढ़ाती वह सौदे पटाए जा रही थी. അവരുടെ മൂസെ ഭാവ് സാവ്, ഭാവ് സാവ് എന്ന് പറഞ്ഞാൽ ഭാവങ്ങൾ, അവരുടെ മുഖത്ത്, അതില്ലെങ്കിൽ അവരുടെ വാക് സാമർഥ്യം, കച്ചവടം നടത്താൻ വേണ്ടിയിട്ടുള്ള ഭാവങ്ങൾ അല്ലെങ്കിൽ ഭാവസാമർഥ്യങ്ങൾ അവർ കാണിക്കുമായിരുന്നു. और हाथ से खरीदारिनों के हाथ में चूड़ियाँ चढ़ाती, ആരാണോ വളകൾ വാങ്ങിക്കുന്നത് അവരെ വള ഇട്ട് കൊടുക്കും അവരെ കയ്യിൽ. അതാണ് ഖരീദാരിനോ എന്ന് പറഞ്ഞാൽ. വാങ്ങിക്കുന്ന ആളെയാണ് ഖരീദാരിനോ എന്ന് പറയുക. ചൂടിയാൻ ചടാത്തി, വളകൾ ഇട്ട് കൊടുക്കും. വോ സൗദേ പട്ടായെ ജാരയെത്തി. അങ്ങനെയാണ് നമ്മുടെ റസിയയുടെ അമ്മ വളക്കച്ചവടം നടത്തിയിരുന്നത്. സൗദേ പട്ടാൻ എന്ന് പറഞ്ഞാൽ കച്ചവടം നടത്തുക.
अब तक उसे अकेले ही आते जाते देखा था. അതുവരെ ഞാൻ അവരെ മാത്രമേ വരുന്നതും പോകുന്നതുമായിട്ട് കണ്ടിട്ടുള്ളൂ. അവരെ ഒറ്റയ്ക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. हाँ कभी कभी उसके पीछे मर्द होता जो चूड़ियों की कांची ढोता. ചിലപ്പോഴൊക്കെ കവി കവി ഉസ്കെ പീച്ചെ നമ്മുടെ റസിയയുടെ അമ്മയ്ക്ക് പിന്നാലെയായിട്ട് ഒരു മർദ് എന്ന് പറഞ്ഞാൽ പുരുഷൻ, ഒരു പുരുഷൻ വളയുടെ കൊട്ടയുമായിട്ട് പിന്നാലെ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഢാഞ്ചി എന്ന് പറഞ്ഞാൽ കൊട്ടയാണ്, കൊട്ട വഹിച്ചു കൊണ്ട് പോവുക, അതാണ് ഘാഞ്ചി ഡോത്ത എന്ന് പറഞ്ഞാൽ. ये बच्ची आज पहली बार आई थी और न जाने किस भाल सुलभ उत्सुकता ने उसे मेरी ओर खींच लिया था. ഇന്ന് ആദ്യമായിട്ടാണ് ഈ കുട്ടി, അതായത് നമ്മുടെ ലേഖകൻ ചെറുപ്പത്തിൽ സ്കൂൾ വിട്ട് വന്നിട്ട് പലഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ കുട്ടിയെ കാണാനിടയാവുന്നത്, ഈ പെൺകുട്ടിയെ. അപ്പോഴാണ് നമ്മുടെ റസിയൻ്റെ ഉമ്മയെ പറ്റിയൊക്കെ നമ്മുടെ ലേഖകൻ ഓർക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ കുട്ടി ഇവരുടെ കൂടെ വന്നിരിക്കുന്നത്. और न जाने किस बाल सुलभ उत्सुकता ने उसे मेरी ओर खींच लिया था. എന്തോ ഒരു കൗതുകം ആ കുട്ടിയെ എന്നിലേക്ക് ആകർഷിച്ചു ആ കുട്ടിയെ. ബാല്യത്തിലുള്ള ഒരു ഉത്സാഹം അല്ലെങ്കിൽ കൗതുകമായിരിക്കാം, എന്താ അറിയില്ല, ആ കുട്ടി ലേഖകനെ വല്ലാതെ ആകർഷിച്ചു. शायद वह ये भी नहीं जानती थी कि किसी के हाथ का खाना किसी के निकट पहुंचने से ही छू जाता है. ഒരു പക്ഷേ ആ കുട്ടി പോലും അറിയലുണ്ടാവില്ല, ആരുടെയെങ്കിലുമൊക്കെ കയ്യിലുള്ള ഭക്ഷണം നമ്മുടെ അടുത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ അത് തൊട്ടുപോകുമെന്ന കാര്യം. കാരണം ആ കുട്ടി വന്ന സമയത്താണ് നമ്മുടെ ലേഖകൻ്റെ അമ്മായി പറഞ്ഞത്, അത് ബബുവാക്കി കാനാഹേ ചൂന മത്തെന്ന്, തൊടാൻ പാടില്ല, അത് നമ്മുടെ ലേഖകൻ്റെ, അതായത് വീട്ടിൽ വിളിക്കുന്ന പേരാണ് ബബുവൻ്റെ ഭക്ഷണമാണ്, തൊടരുത്. കുട്ടിയുടെ അടുത്ത് പോലും എത്തിയിട്ടില്ലായിരുന്നത്. അപ്പോഴേക്കും തൊടാൻ പാടില്ല, തൊട്ടിട്ട് പോലുമില്ല. ആ കുട്ടി പോലും അത് അറിഞ്ഞു കാണില്ല. മാ ജബ് അചാനക് ചീക്ക് ഉട്ടി വോ ടിടക്കി. ആ നിർദ്ദേശം കേട്ടതോടുകൂടി, അതായത് നമ്മുടെ അമ്മ അല്ലെങ്കിൽ മോസി ശകാരിച്ചു. മാ ജബ് അചാനക് ചീക്ക് ഉട്ടി വോ ടിടക്കി सहमी उसके पैर तो वही बांध गए किंतु इस टिटक ने उसे मेरे बहुत निकट लिया इसमें संदेह नहीं. അപ്പോൾ ഈ അമ്മായി ഇത് പറഞ്ഞതോടുകൂടി ഈ കുട്ടിയുടെ അമ്മയും ആ കുട്ടിയോട് പറഞ്ഞു, ഇത് തൊടാൻ പാടില്ല, ശകാരിക്കാൻ തുടങ്ങി. അചാനക് ചീ കുട്ടി പെട്ടെന്ന് ശകാരിക്കാൻ തുടങ്ങി. വോട്ടിട്ടക്കി, അവൾ ആകെ പരിഭ്രമിച്ചു. സഹമി എന്ന് പറഞ്ഞാൽ ഭയമാണ്, ടിടക്ന എന്ന് പറഞ്ഞാൽ സ്തംഭിത രഹിജാന എന്നാണ് അർത്ഥം, അവിടെ തന്നെ നിന്നു പോവുക. ചീക്ന എന്ന് പറഞ്ഞാൽ ശകാരിക്കുക. ഉസ്കെ പേർ തോ വഹി ബാന്ധ് ഗയ, അവിടെ തന്നെ കെട്ടിയിട്ട പോലെ തന്നെ ആയി. അമ്മായി പറഞ്ഞതിന് ശേഷം അവളുടെ അമ്മയും വളക്കച്ചവടക്കാരിയായ അമ്മയും അവളെ ശകാരിച്ചു. കിന്തു ഇസ് ടിടക്നെ ഉസെ മേരെ ബഹുത് നിക്കട്ട് ലാ ദിയ. അവളുടെ ആ ഒരു സ്തംഭിച്ചു നിന്നു പോകുന്ന ആ ഒരു അവസ്ഥ, അത് എന്നിലേക്ക് വളരെ അടുപ്പിച്ചു. അതായത് അവളുടെ ആ അവസ്ഥ എന്നിലേക്ക് വളരെ അടുപ്പിച്ചു. ഇസ്മേ സന്ദേഹനി, അതിലൊരു സംശയവുമില്ല. മേരി മോസി ജട്ടൂട്ടി, എൻ്റെ അമ്മായി വേഗത്തിൽ വന്നിട്ട് घर में गई और 2 टकुए और एक कसार लेकर उसके हाथों में रख दिए. എൻ്റെ അമ്മായി പോയിട്ട് ഒരു പലഹാരം, ടക്കു എന്ന് പറഞ്ഞാൽ പലഹാരമാണ്, അങ്ങനെ 2 പലഹാരം എടുത്തു. ഒരു കസാരെ ലേക്കർ ഉസ്കെ ഹാത്തോ മേ രഖ് ദിയെ, എന്നിട്ട് ഒരു ലഡുവും എടുത്തിട്ട് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. വേഗത്തിൽ പോയിട്ടാണ് ഒരു പലഹാരവും ലഡുവും എടുത്തിട്ട് നമ്മുടെ ലേഖകൻ്റെ അമ്മായി അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നത്. വേ ലേത്തി നെഹിത്തി, അവൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നില്ല. കിന്തു
अपनी माँ के आग्रह पर हाथ में रख तो लिया किंतु मुंह से नहीं लगाया. അങ്ങനെ അവളുടെ അമ്മ പറഞ്ഞു അത് വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ വാങ്ങി. പക്ഷേ വായ്ക്കകത്ത് വെച്ചില്ല, വാത്തോണ്ട് തൊട്ടില്ല. മേനെ കഹ കാവോന. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ലേഖകൻ പറഞ്ഞു, കഴിച്ചോളൂ. ക്യാ തുമാരെ ഘർ മേ യേ സബ് നഹി ബനത്തെ, എന്താ നിൻ്റെ വീട്ടിൽ ഇതൊന്നും ഉണ്ടാക്കാറില്ലേ എന്ന് ചോദിച്ചു. ചടുക്ക വ്രത് നഹി ഹോത്ത, ഏകാദശി വ്രതം ഒന്നും എടുക്കാറില്ലേ? ചടുക്ക വ്രതം എന്ന് പറഞ്ഞാൽ ഏകാദശി വ്രതമാണ്. കിത്തനെ പ്രശ്ന किंतु सबका जवाब ना में ही और वह भी मुँह से नहीं, जरा सा गर्दन हिलाकर. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ, പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളാണ്, ഒരുപാട് ഇതേപോലത്തെ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. പക്ഷേ അവളുടെ ഉത്തരങ്ങളൊന്നും വായ കൊണ്ടല്ലായിരുന്നു. എങ്ങനെയായിരുന്നു? ഒന്ന് തല കുനിച്ചിട്ട് തല ആട്ടുകയായിരുന്നു, കഴുത്താട്ടുക. ഓർ ഗർദൻ ഹിലാത്തെ ഹിലാത്തെ, കഴുത്ത് ആട്ടിക്കൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾക്ക് മറുപടി അവൾ പറയുകയായിരുന്നു. ചെഹരെ पर गिरे बाल की जो लटें हिल हिल उठती वो उन्हें परेशानी से संभालने लगती. അങ്ങനെ കഴുത്ത് ആട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവളുടെ മുഖത്തേക്ക് തൂങ്ങി നിൽക്കുന്ന മുടി അത് നേരെയാക്കാൻ അവൾ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളെ ലേഖകൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും അവൾ എങ്ങനെയാണ് മറുപടി പറയുന്നതെന്നും എല്ലാ കാര്യങ്ങളും നമ്മുടെ ലേഖകൻ ശ്രദ്ധിക്കുന്നുണ്ട്. जब उसकी माँ नई खरीदारियों की तलाश में मेरे आंगन में चली, रज़िया भी उसके पीछे हो ली. അങ്ങനെ നമ്മുടെ ലേഖകൻ്റെ വീട്ടിൽ നിന്നും നമ്മുടെ റസിയയും റസിയൻ്റെ അമ്മയും പുതിയ വള വാങ്ങിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. അതിൻ്റെ പിന്നാലെയായിട്ട് റസിയയും കടന്നുപോയി. मैं काकर मुंह धोकर अब उसके निकट था और जब वह चली जैसे उसकी डोर में बांधा थोड़ी दूर तक खिसड़ता गया. അങ്ങനെ ഞാൻ എന്താണ് കഴിച്ചുകൊണ്ടിരുന്നത് അത് കഴിച്ചു കഴിഞ്ഞു, വായൊക്കെ കഴുകി. അവളുടെ അടുത്തായിരുന്നല്ലോ നിന്നിരുന്നത്. എപ്പോഴാണ് അവൾ പോയത്, അവളുടെ പിന്നാലെ തന്നെ അവളുടെ ചരട് പോലെ, അവളിൽ കെട്ടിയ ചരട് പോലെ ഞാനും അവരുടെ പിന്നാലെ വലിച്ചിഴച്ച് പോകുന്നത് പോലെ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ പിന്നാലെ ഞാനും കടന്നുപോയി. ഗിസെടുത്ത എന്ന് പറഞ്ഞാൽ വലിച്ചിഴയ്ക്കുക എന്നാണ്. ഉസ്കി ഡോർ എന്ന് പറഞ്ഞാൽ ചരടാണ്. ചരട് പോലെ, അവളിൽ കെട്ടിയ ചരട് പോലെ നമ്മുടെ ലേഖകന് പിന്നാലെ പോയി എന്നാണ് അർത്ഥമാക്കുന്നത്. ഷായദ് മേരി ഭാവുകത ദേക്കർ ഹി ചൂടി ഹാരിനോ കെ മുँह में यानी मुँह पर खेलने वाली अजस्र हासी और चुहल में ही उसकी माँ बोली, बबुआ जी रज़िया से ब्याह कीजिएगा. ഒരു പക്ഷേ ഷായദ് മേരി ഭാവുകത, എൻ്റെ ഭാവങ്ങൾ, എൻ്റെ ആ പെരുമാറ്റം അല്ലെങ്കിൽ എൻ്റെ ആ പ്രവൃത്തി കണ്ടിട്ട് നമ്മുടെ റസിയയുടെ അമ്മയുടെ മുഖത്ത് ചൂടി ഹരിനോക്കെ മൂപ്പർ ഖേൽനെ വാലി അജസ്ര ഹസി, അവർക്ക് ചിരിയാണ് വന്നത്. അജസ്ര ഹസി എന്ന് പറഞ്ഞാൽ വല്ലാതെ ചിരിക്കുന്ന അവസ്ഥ. ഒരു ചുഹൽ മേ തമാശ, ചുഹൽ എന്ന് പറഞ്ഞാൽ തമാശയാണ്. അങ്ങനെ നമ്മുടെ റസിയൻ്റെ അമ്മയുടെയും പിന്നാലെ ലേഖകൻ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ റസിയൻ്റെ അമ്മയ്ക്ക് ചിരിയും അതുപോലെ തമാശയായിട്ട് പറഞ്ഞു, ബബുവാജി, അതായത് നമ്മുടെ ലേഖകനെ വിളിക്കുന്ന പേരാണ് ബബുവ. ബബുവാജി റസിയാസെ ബ്യാഹ് കീജിയേഗ, റസിയനെ കെട്ടിക്കോ, നീ എടുത്തോ. തമാശയായിട്ട് നമ്മൾ പറയില്ലേ, കുട്ടികളല്ലേ, അപ്പോൾ കുട്ടികളോട് പറയുന്ന പോലെ തന്നെ പറഞ്ഞു. റസിയ, ബ്യാഹ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുക, വിവാഹം ചെയ്തോ. फिर बेटे की ओर मुखातिब होती मुस्कुराहट में कहा, क्यों रे रज़िया, ये दूल्हा तुम्हें पसंद है? അതേപോലെ തന്നെ നമ്മുടെ റസിയനോടും അമ്മ ചോദിച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, മുഖാത്തിബ് എന്ന് പറഞ്ഞാൽ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ റസിയ, നിനക്ക് ഈ ചെക്കനെ ഇഷ്ടപ്പെട്ടോ? ദുൽഹ, ചെക്കൻ, കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ. ഉസ്ക യേ കഹന കി മേ മുഡ്കർ ഭാഗ,
അത് കേട്ടതോ ഞാൻ തിരിഞ്ഞോടി. ബ്യാഹ്, ഷാദിയോ, കല്യാണമോ? ഏക്ക് മുസൽമാനി സെ, അതും ഒരു മുസ്ലിമിനെ. അതായത് റസിയയും മുസ്ലിമാണ്, നമ്മുടെ ലേഖൻ ഹിന്ദുവാണ്. अब रज़िया की माँ टटा रही थी और रज़िया सिमट कर उसके पैरों में लिपटी थी. कुछ देर निकल जाने पर मैंने मुड़कर देखा. ആ കുഞ്ഞു മനസ്സിൽ തോന്നിയാണ്. ആ കുഞ്ഞു മനസ്സിൽ വരെ മുസ്ലിം ഹിന്ദു എന്നുള്ള ഒരു വിവേചനം വന്നിട്ടുണ്ട് നമ്മുടെ ലേഖൻ്റെ മനസ്സിൽ, അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം. ഞാൻ ഹിന്ദുവായ ഞാൻ മുസ്ലിമായ ഒരു കുട്ടിയെ കെട്ടുകയോ? കുഞ്ഞു മനസ്സായതുകൊണ്ട് അത് തമാശ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുത്ത് കാണും. അപ്പോൾ റസിയയ്ക്ക് മാ ടട്ട രഹി തി ഓർ റസിയ സിമട്കർ ഉസ്കെ പൈറോ മേ ലിപ്പറ്റി. സിമട്കർ എന്ന് പറഞ്ഞാൽ സങ്കോചത്തോടെ, റസിയ ഉമ്മയുടെ അരികത്ത് നിന്നുകൊണ്ട് സങ്കോചത്തോടെ ഒട്ടിപ്പിടിച്ചിട്ടാണ് പോകുന്നത്. കുച്ച് ദേർ നിക്കൽ ജാനപ്പോൾ മേനെ മുടുക്കർ തേക്ക. കുറച്ച് ദൂരം അവർ പോയി കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ലേഖൻ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ ഇത് പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ലേഖൻ ഇങ്ങനെയൊക്കെ തോന്നി. അവർ പോയി, അവരെ ഒട്ടിപ്പിടിച്ചുകൊണ്ടാണ് റസിയൻ്റെ ഉമ്മയും പോകുന്നത്. അപ്പോൾ ഒന്ന് ലേഖൻ തിരിഞ്ഞു നോക്കി. റസിയ, ചൂടി ഹറിൻ, വ ഇസി ഘാവ് കി രഹനെ വാലി തി. റസിയയും വള വിൽപ്പനക്കാരിയും, അതായത് റസിയൻ്റെ ഉമ്മയും ഇതേ ഗ്രാമത്തിൽ, ലേഖകൻ ജീവിക്കുന്ന അതേ ഗ്രാമത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ബച്പൻ മേ ഇസി ഘാവ് മേ രഹി ഓർ ജവാനി മേ ഭി. ചെറുപ്പത്തിലും ഇത് ഗ്രാമത്തിൽ തന്നെയാണ്, അതുപോലെ മുതിർന്നപ്പോഴും അവൾ, അതായത് നമ്മുടെ റസിയ, ഇവിടെ തന്നെയാണ് ഉള്ളത്. ക്യോങ്കി മുസൽമാനോ മേ ഗാവ് മേ ഹി ഷാദി ഹോ ജാത്തി ഹെ നാ. അത് അവരവിടുന്ന് പോവാഞ്ഞത് കാരണം മുസ്ലിങ്ങൾക്കിടയിൽ ഗ്രാമത്തിൽ തന്നെയാണ് അവരുടെ വിവാഹം നടക്കുക. വേറെ എങ്ങോട്ടേക്കും പോവില്ല, കല്യാണം കഴിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുക. और ये अच्छा हुआ क्योंकि बहुत दिनों तक प्रायः ही उससे अपने गांव में ही बैंड हो जाया करती थी. അത് നന്നായി, ലേഖൻ്റെ അഭിപ്രായത്തിൽ അത് നന്നായി എന്നാണ് പറയുന്നത്. അതായത് റസിയ വിവാഹം ചെയ്തതിന് ശേഷം എവിടെയും, അതായത് ഗ്രാമം വിട്ടു പോയിട്ടില്ല, മുസ്ലിങ്ങൾക്കിടയിൽ അങ്ങനെ പോകാറില്ല. അത് നന്നായി എന്നാണ് ലേഖൻ പറയുന്നത്. കാരണം ബഹുത് ദിനോ തക് പ്രായഹായി ഉസിസെ അപ്നെ ഗാവ് മേ ഹി, ഇടയ്ക്കിടയ്ക്കൊക്കെ ലേഖൻ റസിയയെ കാണാറുണ്ട്. അപ്പോൾ അത് കല്യാണം കഴിച്ച് പോയിരുന്നെങ്കിൽ കാണാൻ പറ്റുമായിരുന്നില്ല. അതാണ് പറയുന്നത് ലേഖൻ. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. മേ പഠിത്തേ പഠിത്തേ പഠിത്താ ഗയ. അങ്ങനെ ഇതൊക്കെ സംഭവിച്ചു. ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ലേഖൻ ഒരുപാട് പഠിച്ചു, വളർന്നു. പഠനേക്കലെ ഷെഹറോ മേ ജാന പട. പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണം ഗ്രാമം വിട്ട് നഗരത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. छुट्टियों में जब तब आता इधर रज़िया पढ़ तो नहीं सकी, हाँ बढ़ने में मुझसे पीछे नहीं रही. അങ്ങനെ ലീവ് കിട്ടുമ്പോഴൊക്കെ, ചുട്ടിയോമേ, എപ്പോഴൊക്കെയാണോ വരാൻ പറ്റാറ് അപ്പോഴൊക്കെ നാട്ടിലേക്ക് വരാറുണ്ട്. ഇവിടെ ഗ്രാമത്തിലാണെങ്കിൽ റസിയ പഠിക്കാൻ പറ്റിയില്ല അവൾക്ക്, പക്ഷേ അവൾ ഒരുപാട് മുന്നോട്ട് പോയി. പഠനേമേ മുझसे പിച്ചനെ, എന്നെക്കാളും പിന്നിലൊന്നുമല്ല, അവളും മുന്നിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ. അതായത് അവളും വളർന്നു കഴിഞ്ഞു എന്നതാണ് ഉദ്ദേശിച്ചത്. അവളും ഒരുപാട് മാറ്റങ്ങൾ അവളിലും ഉണ്ടായി. കുച്ച് ദിനോ തക് അപ്നി മാ കെ പീച്ചെ പീച്ചെ ഗുംതി ഫിരി. വളരെ കുറച്ച് ദിവസം വരെയാണ് അവൾ അമ്മൻ്റെ പിന്നാലെ ഇങ്ങനെ കറങ്ങി നടന്നത്, അല്ലെങ്കിൽ ചുറ്റിത്തിരിഞ്ഞത്. അബി ഉസ്കെ സിർ പർ ചൂടിയോ കി കഞ്ചിയ तो नहीं पड़ी, किंतु खरीदारियों के हाथों चूड़ियाँ पिनाने की कला वह जान गई थी. ഇപ്പോൾ അവളുടെ തലയിലൊന്നും വളകളുടെ കൊട്ടയൊന്നുമില്ല, അതൊന്നും അവൾ ചെയ്യുന്നില്ല. എപ്രകാരമാണ് അവളുടെ അമ്മ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്, അതുപോലെ ഒന്നും നമ്മുടെ റസിയ ചെയ്യുന്നില്ല. അതായത് കൊട്ടയും താങ്ങി പിടിച്ച് എവിടെയും പോകുന്നൊന്നുമില്ല. ഒരുപാട് വർഷങ്ങളായി.
അതിനുശേഷമുള്ള കാര്യമാണ് ലേഖനം ഇവിടെ പറയുന്നത്. കിന്തു ഖരീദാരിനോ കെ ഹാത്തോ മേ ചുടിയ പിനാനേക്ക് കല വോ ജാൻ ഗയി തി. പക്ഷെ അവളിലുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഈ വള ഇട്ട് കൊടുക്കാൻ ഉള്ള കല, ആ ഒരു കല അവൾ പഠിച്ചു. മറ്റുള്ളവരുടെ കയ്യിൽ വള ഇട്ട് കൊടുക്കുന്ന കല അവൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. ഉസ്കെ ഹാത്ത് മുലായം തേ, ബഹുത് മുലായം. അവളുടെ കൈകളുടെ പ്രത്യേകതയാണ് ഇവിടെ ലേഖനം പറയുന്നത്. ലേഖൻ അവളുടെ കൈകളും എല്ലാം ശ്രദ്ധിച്ചു കാണും. അവളുടെ കൈകൾ മുലായം തേ, മുലായം എന്ന് പറഞ്ഞാൽ മൃദു, വളരെ മൃദുവായ കൈകളാണ്. നയി ബഹുവോക്കി യഹി രായിത്തി. വീട്ടിലെ പുതിയ മരുമക്കളുടെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. അവർക്ക് ഇതേ അഭിപ്രായമാണ്. ബഹു എന്ന് പറഞ്ഞാൽ മരുമക്കളാണ്. വേ ഇസിക്കെ ഹാത്ത് സെ ചൂടിയാ പെഹന്ന പസന്ത് കർത്തി. അവളുടെ കൈ കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ വള ധരിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത്. ഉസ്കി മാ ഇസസെ പ്രസन्न ഹി ഹുയി. ജബ് തക് റസിയ ചൂടിയ പിനാത്തി വ നയി നയി ഖരീദാരിനെ ഫസാത്തി. അവളുടെ അമ്മയ്ക്കും അതിൽ സന്തുഷ്ടയാണ്. അവളുടെ അമ്മയും, അതായത് നമ്മുടെ റസിയേൻ്റെ ഉമ്മയും സന്തുഷ്ടയാണ്. അങ്ങനെ നമ്മുടെ റസിയ ആ ഒരു മേഖലയിൽ, വള ഇട്ട് കൊടുക്കുന്ന ആ ഒരു മേഖലയിൽ പ്രശസ്തി നേടി അല്ലേ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് കൈകൾ, വളയിടാൻ ഒരുപാട് കൈകൾ കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് അവൾ കച്ചവടം നടത്തി പോകുന്നത്. റസിയ ബഡ്ത്തി ഗയി. അങ്ങനെ അവൾ മുന്നോട്ട് പോയി. ജബ് ജബ് ബേണ്ട് ഹോത്തി മേ പാത്ത ഉസ്കെ ശരീർ മേ നയെ നയെ വികാസ് ഹോ രഹേ ഹൈ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുന്ന സമയത്താണ് ഞങ്ങൾ തമ്മിൽ കാണുക. ആ കാണുന്ന സമയത്ത് അവളുടെ ശരീരത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശരീരമേ ഓർ സ്വഭാവമേ ബി. ശരീരത്തിൽ മാത്രമല്ല, സ്വഭാവത്തിലും. പഹ്ലി ബേണ്ട് കെ ബാദ് പായാത്ത വോ കുച്ച് പ്രഗലംബ് ഹോ ഗയി. പ്രഗലംബ് എന്ന് പറഞ്ഞാൽ സമർത്ഥയാവുക. കുറച്ചും കൂടി ആദ്യത്തെ കണ്ടുമുട്ടലിന് ശേഷമുള്ള കണ്ടുമുട്ടലിൽ ലേഖകന് തോന്നിയ കാര്യമാണ് അവളിൽ കുറച്ച് പുരോഗതി അല്ലെങ്കിൽ സമർത്ഥയായിട്ടുണ്ടെന്ന് തോന്നി. മുझे देखते ही दौड़कर निकट आ जाती, പ്രശ്ന पर പ്രശ്ന പൂछती. ഞാൻ നാട്ടിൽ വരുമ്പോൾ എന്നെ കണ്ട അപ്പം തന്നെ ഓടി വരും റസിയ. എന്നിട്ട് പല ചോദ്യങ്ങളും ചോദിക്കും. ചോദ്യങ്ങളോട് ചോദ്യങ്ങളായിരിക്കും. അജീബ് അട്പട്ടെ പ്രശ്ന देखिए तो ये नई भालियाँ आपको पसंद है. പെട്ടെന്നാണ് അവൾ ഓരോരോ വിചിത്രമായ ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുക. എങ്ങനെ ചോദിക്കുന്നത്? ദേക്കിയ തൊയ്യ നൈ ബാലിയം, അതായത് അവളുടെ കർണാഭരണം നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, താങ്കൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കും. കർണാഭരണം കാണിച്ചു കൊടുത്തിട്ട്, കാതിൽ കാണിച്ചു കൊടുത്തിട്ട്. ക്യാ ഷെഹറോമേ എസി ബാലിയ പെഹ്നി ജാത്തി ഹെ. എന്താ നഗരത്തിലൊക്കെ ഇതേപോലെയുള്ള കർണാഭരണങ്ങൾ ധരിക്കാറുണ്ടോ അവിടുത്തെ പെൺകുട്ടികൾ അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകൾ? मेरी माँ शहर से चूड़ियाँ लाती है, मैंने कहा है वह इस बार मुझे भी ले चले. എൻ്റെ അമ്മയാണ് സിറ്റിയിലൊക്കെ പോയിട്ട്, നഗരത്തിലൊക്കെ പോയിട്ട് വളകൾ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്തവണ എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന്. ആപ് കിസ് തറഫ് രഹത്തെ ഹെ വഹാ. അവിടെ എവിടെയാണ് താങ്കൾ താമസിക്കുന്നത്? ക്യാ ബേണ്ട് ഹോ സക്കേക്കി വേ ബക്കേ ജാത്തി മേ സുൻത ജാത്ത. അങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, ഞാനത് കേട്ടുകൊണ്ടേയിരിക്കുന്നു. അവിടെ വന്നാൽ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. സിറ്റിയിൽ വന്നാലേ, വള വാങ്ങാൻ വരുന്ന സമയത്ത് ഉമ്മേൻ്റെ കൂടെ വന്നാൽ കാണാൻ സാധിക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിങ്ങനെ വളരെ उत्साहത്തോടു കൂടിയാണ് ലേഖൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഷായദ് ജവാബ് കി സറൂറത്ത് വ ഭി നഹി മഹസൂസ് കർത്തി. എന്നിൽ നിന്ന് മറുപടി വേണമെന്നൊന്നും അവൾക്ക് നിർബന്ധമില്ല, അതൊന്നും അവളിൽ കാണുന്നില്ല. അവൾക്ക് ഇങ്ങനെ സംസാരിക്കണം, ഒരുപാട് സംസാരിക്കണം എന്നുള്ളൊരു സ്വഭാവക്കാരിയാണ്. ഫിർ കുച്ച് ദിനോ ബാദ് പായ വ അബ് കുച്ച് സങ്കുജ രഹി ഹെ. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം കാണാനിടയായി അവൾക്ക് എന്തൊക്കെയോ നാണമൊക്കെ വരാൻ തുടങ്ങി. സകുജ എന്ന് പറഞ്ഞാൽ നാണം, ശർമാന. मेरे निकट आने के पहले वह इधर उधर देखती और जब कुछ बातें करती
പിന്നെയൊക്കെ ഞാൻ വരുന്ന സമയത്ത്, ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് അവൾക്ക് നാണവും, പിന്നെ അവിടെ ഇവിടെയൊക്കെ നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റിലും നോക്കും. जब कुछ बातें करती तो ऐसी चौकनी सी कि कोई देख ना ले और सुन ना ले. അതായത് പെൺകുട്ടികൾ വളർന്നിരിക്കുമ്പോൾ ഓരോ മാറ്റങ്ങളുണ്ടാവും. അവർക്ക് മറ്റുള്ളവർ കാണുമോ, സംസാരിക്കുന്നത് തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ റിസിയയ്ക്കും അങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി, അലേർട്ടാവാൻ തുടങ്ങി. ചൗക്കനി എന്നാണ് അലേർട്ടാവുക. ആരെങ്കിലും കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കും. एक दिन जब वो इसी तरह बातें कर रही थी कि मेरी भाऊजी ने कहा, देखियो रे रजिया, बबुआ जी को फुसला नहीं लीजिए. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ തന്നെ സംസാരിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ബാബി, അതായത് ലേഖകൻ്റെ ബാബി, ബൗജി എന്ന് പറഞ്ഞ ബാബിയാണ്, ഏട്ടത്തിയമ്മ, പറഞ്ഞു, റസിയയോടാണ് പറഞ്ഞത്, ദേഖ്യോ റി റസിയ, നോക്കൂ റസിയ, ബബുവാജി കോ ഫുസ്ലാ നഹി ലീജിയെ, പ്രലോഭിക്കരുത്. ബാബുവാജി, അതായത് ലേഖകനെ പ്രലോഭിക്കരുത് എന്ന് പറഞ്ഞു. വോ ഉനിക്ക് ഓർ, ഫുസ്ലാന എന്ന് പറഞ്ഞാൽ പ്രലോഭനം. वो उनकी ओर देखकर हंस तो पड़ी, किंतु मैंने पाया उसके दोनों गाल लाल हो गए हैं. ഞാൻ നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് ചിരിയൊക്കെ കണ്ടു. പക്ഷേ मैंने पाया उसके दोनों गाल, രണ്ട് കവിളും ചുവന്നിരിക്കുന്നു. അത് കേട്ടപ്പോൾ എന്താ കേട്ടത്? നമ്മുടെ ബാബി, നമ്മുടെ ലേഖകൻ്റെ ബാബി നമ്മുടെ ലേഖകനെ പ്രലോഭിച്ച് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞല്ലോ. അത് പറഞ്ഞത് കേട്ടപ്പോൾ നമ്മുടെ റസിയ ചിരിച്ചു. പക്ഷേ അവളുടെ രണ്ട് കവിളും ചുവന്നിരിക്കുന്നുണ്ടെന്ന് ലേഖകൻ കണ്ടു. ദോനോ ഗാൽ ലാൽ ഹോ ഗയേ ഹൈ और उन नीली आंखों के कोने मुझे सजल से लगे. അവളുടെ നീല നിറമുള്ള കണ്ണുകൾ അസ്ത്രപൂരിതമായിട്ട് ഞാൻ കാണുകയുണ്ടായി. സജൽസെ എന്ന് പറഞ്ഞാൽ വെള്ളം നിറഞ്ഞിട്ട്, അവളുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോളെ കണ്ണുനീർ. मैंने ध्यान दिया जब हम लोग कहीं मिलते हैं बहुत सी आंखें हम पर बालों की नोक ताने रहती हैं. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു, ഞങ്ങൾ എപ്പോഴൊക്കെയാണോ കണ്ടുമുട്ടാറ് അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കാറ്, ആ സമയത്തൊക്കെ ഒരുപാട് കണ്ണുകൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ചുറ്റും ഒരുപാട് കണ്ണുകളുണ്ട് എന്ന് ഞാൻ ശ്രദ്ധിച്ചു. അതാണ് ബാലോക്കി നോക്ക് താനെ രഹത്തി എന്ന് പറഞ്ഞാൽ. അതായത് അവർ ഒരാണും പെണ്ണും സംസാരിച്ചാൽ അത് നോക്കാൻ അല്ലെങ്കിൽ അതിനെ തെറ്റായ രീതിയിൽ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. ആ ഒരു അർത്ഥമാണ് ബാലോക്കി നോക്ക് താനെ രഹത്തി എന്ന് പറഞ്ഞാൽ. ഒരു ശൈലിയാണ്, പൈച്ചൊല്ല് പോലത്തെ. रसिया बढ़ती गई, बच्ची से किशोरी हुई और अब जवानी के फूल उसके शरीर में खिलने लगे हैं. അങ്ങനെ റസിയ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അവൾ കുട്ടിപ്രായത്തിൽ നിന്ന് വളരെ മുതിർന്ന ഒരു പെണ്ണായി മാറി. അബുബി വഹ് മാ കെ സാത്ത് ഹി ആത്തി ഹെ, ഇപ്പോഴും അവളുടെ അമ്മയുടെ കൂടെയാണ് അവൾ വരുന്നത്. किंतु पहले माँ की एक छाया मात्र लगती थी, अब उसका स्वतंत्र अस्तित्व है. മുമ്പൊക്കെ അമ്മയുടെ ഒരു നേൽ മാത്രമായിട്ടായിരുന്നു അവൾ വരാറും ഒക്കെ ചെയ്യാറും. പക്ഷേ ഇപ്പോൾ സ്വതന്ത്രമായിട്ട് അവൾ നിൽക്കാൻ തുടങ്ങി. സ്വതന്ത്രമായിട്ടുള്ളൊരു അസ്തിത്വം അവൾ നേടിയെടുത്തു. और उसकी छाया बनने के लिए कितनों के दिलों में कस मसाहट है. അവളുടെ ഒരു നേലായിട്ട് മാറാൻ ഒരുപാട് മനസ്സുകൾ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. പലരുടെയും മനസ്സിൽ അസ്വസ്ഥതകളുണ്ട്. അതായത് അവളുടെ ഒരു നിഴലായിട്ട് മാറാം. അതായത് അത്രയ്ക്കും സുന്ദരിയാണ് അവൾ. അതുകൊണ്ട് തന്നെ അവളുടെ ഒരു നിഴലായിട്ട് മാറാൻ ഒരുപാട് ആൾക്കാർ അവിടെ ശ്രമിക്കുന്നുണ്ട്, അസ്വസ്ഥരാണ് എന്നാണ് പറയുന്നത്. जब वह बहनों को चूड़ियाँ पिनाती है, कितने भाई तमाशा देखने को വഹാം ഏകത്ര ഹോ ജാത്ത ഹെ. എപ്പോഴൊക്കെയാണോ അവൾ വന്നിട്ട് പെങ്ങന്മാരുടെ കൈകളിൽ വളയിട്ട് കൊടുക്കാൻ വരാറ്, അപ്പോഴൊക്കെ
കിത്തനെ ഭായ് തമാശ ദേഖനെ വഹാം ഏകത്ര ഹോ ജാത്തെ ഹൈ. ഒരുപാട് സഹോദരന്മാർ അവിടെ വന്നിട്ട് കൂട്ടമായി വന്നിട്ട് ഇത് നോക്കി നിൽക്കാറുണ്ട്. റസിയനെ കാണാൻ വേണ്ടിയിട്ട് ഈ വള ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ, ഒരുപാട് സഹോദരന്മാർ അവിടെ വന്നിട്ട് നോക്കാറുണ്ട്. ക്യോ ബഹനോ കെ പ്രതി ഭ്രാതൃത്വ ഭാവ് യാ റസിയ കെ പ്രതി ഏക് അജ്ഞാത ആകർഷൺ. അത് പെങ്ങന്മാരോടുള്ള ഒരു സാഹോദര്യ ആ ഒരു ഭാവം കാണിക്കാനല്ല അവിടെ സഹോദരന്മാർ വരാറ്. എന്തിനാ? റസിയോട് ഉള്ള ഒരു ആകർഷണം കാരണമാണ്, ഒരു അജ്ഞാതമായ ആകർഷണം കാരണമാണെന്ന് ലേഖകൻ അറിയാം. റസിയയെ കാണാൻ വേണ്ടിയിട്ടാണ് ആ സഹോദരന്മാരൊക്കെ അവിടെ തടിച്ചുകൂടുന്നത്. जब वह बबुओं के हाथों में चूड़ियाँ टेलती होती है, पतिदेव दूर खड़े कनकियों से देखते होते हैं. क्या എപ്പോഴൊക്കെയാണോ അവിടെയുള്ള മരുമക്കളുടെ ഒക്കെ കൈകളിൽ വലയിടാൻ നമ്മുടെ റസിയ വരാറ്, ആ സമയത്തൊക്കെ അവരുടെ ഹസ്ബൻഡ്സും മറ്റ് സഹോദരന്മാരൊക്കെ വന്നിട്ട് ദൂരത്ത് നിന്നിട്ട് കണ്ണുകൊണ്ടൊക്കെ ആംഗ്യം കാണിക്കാറുണ്ട്. കനിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുക. അതായത് അത്യാവശ്യം സുന്ദരിയായിരിക്കാം നമ്മുടെ റസിയ. അപ്പോൾ റസിയനെ കാണാൻ വേണ്ടിയിട്ടാണ് പ്രത്യേക, നമ്മുടെ ലേഖകൻ തന്നെ ആകൃഷ്ടനാണ് നമ്മുടെ റസിയോട്. ചെറുപ്പത്തിലെ ആകൃഷ്ടനായ വ്യക്തിയാണ് നമ്മുടെ ലേഖകനും. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? അങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. आज की कक्षा सब लोगों को समझ में आए होंगे, ऐसा आशा करता हूँ. आज की कक्षा इतना ही. धन्यवाद.